യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല, ആരും അകത്ത് കയറിയുമില്ല. നോക്കിയേ, ആര് നിമിത്തം? ഇസ്രായേൽ നിമിത്തം. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിൽക്കുന്ന ചിലരോട് ഞാൻ പറയാം, ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദത്തം കൊടുത്തതാണ് കനാൻ നാട് തരാമെന്ന്. വാഗ്ദത്തം നിൽക്കുമ്പോഴും ഒരു കോട്ട പറയുക, വെറുതെയാ, ഇത് ഞാൻ അങ്ങോട്ട് കടത്തി വിടത്തില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ചിലർക്ക് മുമ്പിൽ ഈ കോട്ട തടസ്സം പോലാ നിൽക്കുന്നേ. ഭാവിക്കൂടെ തടസ്സം, വാഗ്ദത്തത്തിൻ്റെ തടസ്സം, നന്മയുടെ തടസ്സം. അത് ഇടിക്കുന്ന എങ്ങനെയാണെന്നാ പറയാൻ പോകുന്നത്. ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പം മനസ്സിനകത്ത് പറയണം, ദൈവം നിനക്കൊരുക്കിയ വാഗ്ദത്തം നിനക്ക് ലഭിച്ചേ പറ്റൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്നതാകത്ത് കൈ കൊടുത്ത് പറ, വാഗ്ദത്തം ലഭിച്ചേ പറ്റുമെന്ന് പറ. ഹല്ലേലൂയ. ഇന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാ, പല തടസ്സങ്ങളും നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറാൻ പോവാ. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയാം, ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ മുന്നോട്ട് വിടാത്തൊരു തടസ്സം നിൽപ്പുണ്ട്. ഇന്ന് ആ തടസ്സത്തെ അതിജീവിക്കുന്ന എങ്ങനെയാണെന്നാ പറയാൻ പോകുന്നത്. ഇവിടെ വാഗ്ദത്തമുള്ള ജനം, കാല് കുത്താൻ തമ്പുരാൻ അനുവാദം കൊടുത്ത ജനത്തെ കാല് കുത്തിക്കത്തില്ലെന്ന് പറയുന്ന ഒരു മതില് തലപൊക്കി നിൽക്കുക. Glory to God. ഞാൻ വേദപുസ്തക വെളിപ്പാട് പറയാം. ബൈബിളിൽ ആര് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം തടസ്സത്തെ ജയിച്ചാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ആർക്കുമില്ലാത്ത തടസ്സം നിനക്ക് വന്നെങ്കിൽ ഓർത്തോണം, ആർക്കും ലഭിക്കാത്ത അനുഗ്രഹം നിനക്കുണ്ട്. ആർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ ഓർത്തോണം, ആർക്കുമില്ലാത്ത അനുഗ്രഹം നിനക്കുമുണ്ട്. ഓ ഹല്ലേലൂയ. ചില ദൈവമക്കളുടെ അകത്ത് തീ വെളിപ്പെടുക. ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിനക്കെതിരെ കെട്ടിപ്പൊക്കിയ ആഭിചാര കോട്ടകൾ, മന്ത്രവാദ കോട്ടകൾ, നേർച്ചയുടെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ അത് പൊളിഞ്ഞു മാറുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ആരാധിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ആരാധിച്ചോണം. എനിക്കൊരു കാര്യം ആത്മാവി കണ്ടോണ്ട ഞാൻ ദൂതെടുക്കുന്നത്, ജീസസ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാന ശക്തിയാണ്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. ഈ ശക്തിയുടെ മുമ്പിൽ എല്ലാ കോട്ടകളും ഇടിയും. നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ട്, കനാൻ നാട് തരാം. പക്ഷെ എരിഹോ നിവാസികൾ പറയുക, ഞങ്ങളുടെ ഈ മതില് പൊളിച്ചിട്ട് നിങ്ങൾ പോകുകയില്ല. ഞാനൊരു കാര്യം പറയാം, സ്തോത്രം, മതിൽ ആര് കെട്ടിയാലും പൊളിക്കാൻ കെട്ടുന്നവന്റെ പെർമിഷൻ വേണ്ട, ദൈവത്തിന്റെ പെർമിഷൻ മതി. ഞാനൊരു വിശ്വാസം പറയുമ്പോൾ ഒന്നിച്ചാമിയും പറയണം, ദൈവത്തിന്റെ പെർമിഷനോടെ ചില വാഗ്ദത്തത്തിൽ കാലുകുത്തും. അങ്ങനെ പോരാ, ദൈവത്തിന്റെ പെർമിഷനോടെ ഞാൻ വാഗ്ദത്തത്തിൽ കാലുകുത്തും. നല്ലൊരു ആമിയും പറ. എനിക്ക് ദൈവാത്മാവ് ദൂത് തരുക. ജാതികൾ നിന്നെ കെട്ടിയിരിക്കുക, ജാതികൾ നിനക്ക് ചുറ്റും വളഞ്ഞിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ പെർമിഷനോടെ ആ കോട്ടയെ പൊട്ടിച്ച്, മനുഷ്യന്റെ പെർമിഷൻ വേണ്ട, ദൈവത്തിന്റെ പെർമിഷൻ മതി. എന്താ കാര്യം? ഞാൻ ആ വാഗ്ദത്തത്തിൽ കയറും, ഏത് തടസ്സമുണ്ടായാലും കയറും. അപ്പം വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം കൊണ്ടുപോയതാ. പക്ഷേ ഇവർ വിടത്തില്ലെന്ന് എരിഹോവിന്റെ ആൾക്കാർ പറയുക, അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പം പറഞ്ഞു, ജാതികൾ കെട്ടിയ ആമി കോട്ട, അത് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു തേനീച്ചപ്പറ്റം വന്ന് കൂടുന്ന പോലെ ഇരിക്കും അവൻ്റെ ഷേപ്പ്. ബൈബിൾ വെളിപ്പെടുത്തുക. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു, ദൈവത്തിന് സ്തോത്രം. 6000 ദുർഭൂതങ്ങൾ ഒരു ദേശത്തൊരുത്തൻ്റെ മേൽ കയറിയാൽ ആ ദേശം മുഴുവൻ കോട്ട കെട്ടുന്ന പോലെ കിട്ടും. ജീസസ്. പിന്നെ ആർക്കും ആ വഴി നടക്കാൻ പറ്റുകയില്ല. പിന്നെ ആർക്കും ആ വഴി ഭയപ്പെടാതെ നടക്കാൻ പറ്റത്തില്ല. ദേശത്തിന്മേലൊരു ഭീതി. മൂന്നാമത് നിങ്ങൾ കേട്ടോ, വാഗ്ദത്തമുള്ളവൻ തമ്പുരാൻ വളർത്താൻ തീരുമാനിച്ചവനെ വളർത്തത്തിൽ എന്ന് പറഞ്ഞ് ചില മതില് കെട്ടിയേക്കുക. ഇന്ന് ദൂത് പറയാൻ ചില രക്തബന്ധങ്ങളിൽ നിന്നുള്ള പോരാട്ടങ്ങൾ വരെ അഴിയുന്നു യേശുവിൻ്റെ നാമത്തില്. ഞാൻ വെളിപ്പാടിൽ കണ്ടോണ്ടാ ദൂത് പറയുന്നത്. ചില രക്തബന്ധങ്ങളിൽ നിന്നുള്ള കെട്ടുകൾ വരെ ഇന്നത്തെ പ്രാർത്ഥന അഴിയും. അവൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. സെക്കരിയ പ്രവചനം 4-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, ഒരു കൂട്ടര് ആലയം പണിയാനായിട്ട് പോയി. 50,000-ഓളം വരുന്ന യഹൂദന്മാര് ആലയം പണിയാനായിട്ട് പോയി. ആലയം പണിയാനുള്ള എല്ലാ സാമഗ്രികളും അവരുടെയിലുണ്ട്, പൈസ ഉണ്ട്, ആളുമുണ്ട് പണിയാൻ. പക്ഷേ പണി തുടങ്ങി, പകുതിയെങ്കിൽ പണി മുടങ്ങി. 16 വർഷം മുടങ്ങി കിടക്കുക.
ഉടനെ ആ കാലങ്ങളിൽ എഴുന്നേറ്റൊരു പ്രവാചകൻ ചോദിക്കുക, സെരുബാബേലിനോട് ചോദിക്കുക, സെരുബാബേലിന് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരാടാ? അവിടെ ഒരു അക്ഷരീയ പർവ്വതമില്ല. ആത്മാവിൽ ആ പ്രവാചകനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. സ്തോത്രം. നിന്റെ കൈകൊണ്ട് തുടങ്ങിയത് നിന്റെ കൈകൊണ്ട് പൂർത്തീകരിക്കപ്പെടാനാ. ഞാനൊരു കാര്യം കൂടെ പറയാം. തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കപ്പെടാത്തതിന് മേലൊക്കെ വെളിപ്പെട്ടു നിൽക്കുന്ന ചില മഹാപർവ്വതങ്ങൾ, ചിലതിൻ്റെ ഷേപ്പ് ഞാൻ വചനത്തിലൂടെ വെളിപ്പെടുത്തി കൊണ്ടുവരിക. യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്. ഹല്ലേലൂയ. ഇന്നൊരു നിയോഗത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഭയങ്കര പ്രാർത്ഥന ഉയരുന്ന ദിവസമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര വലിയ പ്രതിസന്ധി വന്നാലും വചനം മറക്കരുത്. നിന്റെ അരികിൽ ഒരുവൻ നിപ്പുണ്ട്. ഗ്ലോറി. അതാ നിന്റെ വിടുതല്. ഈ വചനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായ ഭാഗം ഏതാണെന്നറിയാമോ? നിന്റെ അരികിൽ യേശു നിൽക്കുന്നു. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഇന്ന് ഈ മെസ്സേജ് പറയുമ്പം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കോട്ട നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ദൂത് പറയാൻ പോവാ താഴോട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരാടാ? 16 വർഷമായി വഴിമുടക്കിയവനെ നീ ആരാടാ? 16 വർഷമായി എൻ്റെ ജനത്തിനെ പണിയാൻ ഞാൻ അനുവദിച്ചിട്ടും അനുവദിക്കാതെ നിൽക്കുന്ന നീ ആരാടാ? ഇനിയും നിന്നെ മാറ്റാൻ ഉപയോഗിക്കുന്നത് സൈന്യവും ശക്തിയുമല്ല. ഇനിയും നിന്നെ എന്നേക്കുമായി മാറ്റാൻ ഞാൻ പദ്ധതിയിടുക. അതെൻ്റെ ആത്മാവാ. ഓ ഹല്ലേലൂയ. മനസ്സിലാക്കി തുടങ്ങുന്നവർക്കായി ദൈവം സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ദാവീദ് 18-ാം സങ്കീർത്തനം, ഞാൻ ഈ കോട്ടകളെല്ലാം ഒന്നിച്ചൊന്ന് കൊണ്ടുവരട്ടെ, എന്നിട്ട് ദൂതിലോട്ട് വരാം. ദാവീദ് 18-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കണം, എൻ്റെ അന്ധകാരത്തെ ഒന്ന് പ്രകാശമാക്കണം. ഇപ്പൊ ദൈവം തമ്പുരാൻ ചോദിച്ചു, എന്തിനാടാ? ഉത്തരം, എനിക്ക് എന്നെ തോപ്പിച്ചൊരു പടയുണ്ട്, അതിന് നേരെ എനിക്കൊന്ന് ഇറങ്ങണം. മാത്രമല്ല, എന്നെ കുറച്ച് നാൾ കൊണ്ട് ഒരു മതിൽ കെട്ടി അതിനകത്ത് ഒതുക്കിയിട്ടേക്കുക. ഈ മതിൽ എനിക്ക് ചാടിക്കടക്കണം. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത്രയും വാക്യത്തിൽ നിന്ന് ഒരു ദൂത് മനസ്സിലായോ? നാം എന്തിനെയോ ജയിക്കാൻ പോവാ. അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിയോ രാമിയും പറ. ഈ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് നാം എന്തിനെയോ ജയിക്കാൻ പോകുകയാ. എന്തൊക്കെയോ വിജയം നമുക്ക് ലഭിക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ഈ സമയത്ത് നോക്കിക്കേ ആമി, ഞാനിത് പ്രസംഗിക്കുമ്പോഴും ഇതിലേതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ ഉള്ളത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ദൈവാത്മാവ് പറയുക, ഇന്ന് അത് ഇടിക്കുന്ന ഒരു കൃപയുടെ വ്യാപരിക്കുക. ഒരു വാക്യം നമുക്ക് വായിക്കണം. 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ നിർത്തി നമുക്കൊന്ന് വായിക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നിർത്തി വായിക്കണം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും, ശ്രദ്ധിച്ചു കേൾക്കണം, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ എന്നെ ഇനി ശ്രദ്ധിച്ചു കേട്ടെ. ഈ നീയും ഞാനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണമുണ്ട്. നമ്മളോട് പലരും ജഡത്തിൽ പോരാടും, പക്ഷെ തിരിച്ച് നീ ജഡത്തിൽ പോരാടരുത്. സ്തോത്രം. കാരണം നമുക്ക് ജയിക്കാൻ ആത്മയുദ്ധം ആവശ്യം. ഒരാമയും വരുന്നില്ല. ഒരുപക്ഷെ നിന്റെ ദേശത്തൊരു എതിരാളി ഉണ്ടാകും. ചിലരുടെ മുമ്പിൽ നീ മിണ്ടാതിരിക്കേണ്ടി വരും. ചിലർ നിന്നെ കള്ളനെന്ന് വിളിക്കും, കള്ളിന്ന് വിളിക്കും, കൊള്ളാത്തവളെന്ന് വിളിക്കും, വിശുദ്ധി ഇല്ലാത്തവളെ എന്ന് വിളിക്കും, അപവാദങ്ങൾ പറയും. മിണ്ടാതിരുന്നോ. ഗ്ലോറി ടു ഗോഡ്. കാരണം ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ, പക്ഷെ ജഡപ്രകാരം ഞങ്ങൾ പോരാടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡികങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഏത് കോട്ട ഞങ്ങൾക്ക് മുമ്പിൽ കെട്ടിയാലും പ്രാർത്ഥനയിൽ ഞങ്ങൾ അതിനെ ഇടിക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, നീ പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ കയറണം. നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു കൃപാവരമുണ്ട്, നിനക്കൊരു വെളിപ്പാടുണ്ട്. നീ ആ പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ കയറിയാൽ ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയെ നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. സാത്താൻ ചിലരുടെ ദേഹത്ത് കയറി അരുതാത്ത പല പ്രവൃത്തിയും നിന്റെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇനിയും ആ സാത്താന്റെ കോട്ട നിന്റെ വീടിനകത്ത് നിലനിൽക്കുകയല്ല. ആ കോട്ടകളെ ഇടിക്കും.